കൊട്ടിഘോഷിച്ച പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ കസേരകൾ ശൂന്യമായിരുന്നു. ഓൺലൈൻ വഴി 4245 പേർ രജിസ്റ്റർ ചെയ്തെങ്കിലും 623 പേർ മാത്രമാണ് വേദിയിലെത്തിയത്. ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച 500-ലധികം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി. 2000-ഓളം പേർ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം. ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ 1/4 പേർ മാത്രമാണ് പങ്കെടുത്തത്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, ഇന്ന് ഒഴിഞ്ഞ കസേരകളാണ് അവിടുത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൽ കണ്ടത്. ഗോകുൽ ചേരുന്നു. ഗോകുൽ, ആളൊഴിഞ്ഞ കസേരകളാണ് നമ്മൾ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ കണ്ടത്. 4000-ലധികം പേർ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു അറിയിപ്പ്. പക്ഷേ പല കസേരയിലും ഇരിക്കാൻ ആളുണ്ടായിരുന്നില്ല. കസേരയിൽ ഇരുന്നവരൊക്കെ ഉറക്കം തൂങ്ങുന്നത് കണ്ടു. പക്ഷേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം നല്ല തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ രമേശ്. വിനോദ അങ്ങനെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് രാവിലെ മുഖ്യമന്ത്രി അടക്കം പ്രസംഗിക്കുന്ന സമയം പോലും വേദിയിൽ കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആദ്യ പകുതി വരെ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബാക്കി പകുതി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഭാഗങ്ങളൊക്കെ തന്നെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ വന്ന ആളുകളുടെ എണ്ണം വളരെ തുച്ഛമായിരുന്നു. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ആ രീതിയിൽ ആ സമ്മേളനം കൊണ്ടുപോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരെയും ഒക്കെ തന്നെ നിർബന്ധപൂർവ്വം ആ വേദിയിലേക്ക്, ആ സദസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടെ ഫില്ല് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ആ സദസ്സിലിരുന്നതിൽ ഒരു 3/4% ആളുകളും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയോ ടാഗ് ധരിച്ച ആളുകളായിരുന്നു. അതായത് അവരുടെ ജീവനക്കാരായിരുന്നു. അവരോട് നിർബന്ധപൂർവ്വം തന്നെ ഈ സദസ്സിലേക്ക് എത്തണം, ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വന്നതാണ്. അല്ല എങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളായിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട്, ഇതിനപ്പുറത്തൊരു നാണക്കേട് കൂടി ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും CPM മറ്റു പരിപാടികളിൽ, അവരുടെ രാഷ്ട്രീയ പരിപാടികളിലൊക്കെ ആളെ കൂട്ടുന്ന ഒരു തന്ത്രമുണ്ട്. അത് ഇത്തരത്തിൽ കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ തന്നെ അവരെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടികളിൽ ആളെ കൂട്ടുന്നൊരു തന്ത്രം അതെന്തായാലും ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിലും അവർ പയറ്റിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരെയും ദേവസ്വം ബോർഡ് ജീവനക്കാരെയും ഒക്കെ തന്നെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പരിപാടിയുടെ സദസ്സ് നിറയ്ക്കാൻ ശ്രമിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം ഈ ഉദ്ഘാടന സഭ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം ആകെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതിനുശേഷം പ്രധാനമായിട്ടും ഇന്നത്തെ ഈ സംഗമത്തിന്റെ ഭാഗമായിട്ട് 3 വേദികളിലായിട്ട് 3 സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 വേദികളിലും വളരെ തുച്ഛം, വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ആ സെമിനാറിൽ പങ്കെടുത്തത്. കാര്യക്ഷമമായിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ ഈ നിശ്ചയിക്കപ്പെട്ട 3 വിഷയങ്ങളിൽ നടന്നിട്ടില്ല. അഭിപ്രായ സ്വരൂപണം അടക്കം നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ രാവിലത്തേതിനേക്കാൾ സ്ഥിതി വളരെ മോശമായിട്ടുണ്ടായിരുന്നു. ആളുകളുടെ എണ്ണത്തിൽ തുലവും കുറവ് ഉച്ചയ്ക്ക് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും 4225 ആളുകളാണ് ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്തത്. അതായത് ഈ സംഗമത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുകയുണ്ടായത്. പക്ഷേ 620-ഓളം ആളുകൾ മാത്രമാണ് ഈ ഔദ്യോഗികമായിട്ട് ഇതിൽ ഇന്ന് പങ്കെടുക്കുകയുണ്ടായത്. അതുകൂടാതെ ദേവസ്വം ബോർഡ് ക്ഷണിച്ചത് പ്രകാരം 500-ഓളം ആളുകൾ കൂടി വരുന്നു. അങ്ങനെ ഏകദേശം 1000-ഓളം ആളുകൾ മാത്രമാണ് ഇന്നത്തെ സംഗമത്തിൽ പങ്കെടുത്തത്. 5000-ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തു. 3000-ഓളം ആളുകൾ എന്തായാലും പങ്കെടുക്കുമെന്നൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മന്ത്രി അടക്കം വലിയ പ്രഖ്യാപനം നടത്തുകയുണ്ടായത്. എന്തായാലും അതിൻ്റെ 1/3 ആളുകൾ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുശേഷം അവസാന ഘട്ടത്തിൽ നടന്നിട്ടുള്ള ആ ഒരു സമാപന സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ, ആ സെമിനാറുകൾ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ തന്നെ നടക്കുകയുണ്ടായി. വളരെ ദുർബലമായിട്ടുള്ള ചർച്ചകളായിരുന്നു സെമിനാറിൽ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം കൃത്യമായ അഭിപ്രായ സ്വരൂപണം ഉണ്ടായിരുന്നില്ല, പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ പരിപാടികൾ പൊളിഞ്ഞു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണം. എന്തായാലും മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തിട്ടുള്ള ആ ഉദ്ഘാടന സഭ പോലും കൃത്യമായ രീതിയിൽ അവരുദ്ദേശിച്ച രീതിയിൽ നടപ്പാക്കാനായിട്ട് ദേവസ്വം ബോർഡിനോ സർക്കാരിനോ സാധിച്ചില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേദിയിലടക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് പോരുകയും ചെയ്യുന്നതാണ്. എന്തായാലും സർക്കാർ കൊട്ടിഘോഷിച്ചതുപോലെ, അവകാശപ്പെടുന്നത് പോലെ, പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു വലിയ പരിപാടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ല. ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി, തട്ടിക്കൂട്ട് സംഗമമായി മാത്രം ചുരുങ്ങി എന്നുള്ളതാണ്
എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആളുകളുടെ പങ്കാളിത്തത്തിലും വലിയ കുറവുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്നടക്കം നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നൊക്കെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചിരുന്നത്. അതുകൂടാതെ രാജ്യത്തിന് പുറത്തു നിന്ന് 250ഓളം വിദേശ പ്രതിനിധികൾ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഒരാളെ പോലും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ എന്തായാലും സംസ്ഥാനത്തിന് പുറത്തു നിന്ന് പോലും ഉള്ള ഔദ്യോഗിക പ്രതിനിധികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. സർക്കാർ പ്രതിനിധികളെ അയക്കില്ല എന്ന് നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ ഗോകുൽ, മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഒന്ന്, തമിഴ്നാട് മന്ത്രിയെ ക്ഷണിച്ചു, പക്ഷേ അദ്ദേഹത്തിന് പ്രോട്ടോകോൾ പ്രകാരം സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം ആ വേദിയിൽ തന്നെ പ്രതിഷേധിച്ചു. മറ്റൊന്ന്, ഭക്തരുടെ പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിതരണം ചെയ്തത് പാർട്ടി പത്രമാണ്, ദേശാഭിമാനി ദിനപത്രം. ഈ രാവിലെ കസേരയൊക്കെ ഒഴിഞ്ഞു കിടന്നെങ്കിലും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണമായിരുന്നു. അവിടെ കഴിക്കാൻ നല്ല തിരക്കും അനുഭവപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ ഗോകുൽ. തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ വിഷയങ്ങൾ, കുറേ കലഹങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇന്നത്തെ സംഘവുമായി ബന്ധപ്പെട്ട്. സദസ്സിൽ ആളില്ലായിരുന്നു എന്നതാണ് പ്രശ്നമെങ്കിൽ വേദിയിൽ ഇത്തരത്തിൽ അവിടെ പ്രസംഗിക്കാനുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിട്ടുള്ള അസംതൃപ്തി, അവിടെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധമാണ്. അതായത് തമിഴ്നാട് മന്ത്രിയായിട്ടുള്ള IT മന്ത്രിയായിട്ടുള്ള പളനിവേൽ ത്യാഗരാജൻ, അദ്ദേഹം പ്രോട്ടോകോൾ പ്രകാരം സംസാരിക്കേണ്ട സമയത്ത് പക്ഷേ അദ്ദേഹത്തെ അനൗൺസർ വിളിച്ചിട്ടില്ല. അതിന് പകരം വെള്ളാപ്പള്ളി നടേശനെയാണ് സംസാരിക്കുവാനായിട്ട് ക്ഷണിക്കുകയുണ്ടായത്. ഇതിൽ ഈ തമിഴ്നാട് മന്ത്രിക്ക് നീരസമുണ്ടാവുകയും അദ്ദേഹം ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ അനൗൺസ് ചെയ്യുന്ന ആളുടെ അടുത്ത് പോയി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്ത സംഭവമുണ്ടായി. അതിനുശേഷം വെള്ളാപ്പള്ളിക്ക് ശേഷം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായതുകൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹം ഇടപെട്ടത് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൂടാതെയാണ് ഇത്തരത്തിൽ സദസ്സിൽ ഉൾപ്പെടെ ദേശാഭിമാനി പത്രം വിതരണം വ്യാപകമായിട്ട് ചെയ്യുന്ന ഒരു നടപടി, ഒരു കാഴ്ച കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരിൽ ഒരാൾ ശേഖർ എന്ന് പറയുന്ന PK ശേഖർ ബാബു എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം അവിടുത്തെ HR ആൻഡ് CE വകുപ്പ് മന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ഒരു കൃത്യമായ ഒരു ആൻറ്റി ഹിന്ദു മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. അതായത് സനാതനധർമ്മം അതൊരു പകർച്ചവ്യാധിയാണ്, ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നൊക്കെ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പ്രഖ്യാപിച്ച ആ വേളയിൽ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സമാനമായിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മന്ത്രി കൂടിയിട്ടാണ് ഈ ശേഖർ ബാബു എന്ന് പറയുന്നത്. അയാളെയാണ് പിടിച്ച് ഇത്തരത്തിൽ ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണം എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന പവിത്രമായിട്ടുള്ള ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ, ആ ഒരു ഹിന്ദു ചടങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് എന്നുള്ളതും വലിയ വിരോധാഭാസമായി തന്നെ നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള സിമി നേതാവ്, അതോടൊപ്പം മുൻ മന്ത്രിയുമായിട്ടുള്ള KT ജലീൽ അടക്കമുള്ള ആളുകൾ ഈ പ്രധാനപ്പെട്ട ക്ഷണിതാക്കളായിട്ട് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായി മാത്രമേ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഹൈന്ദവ വിരുദ്ധരുടെ ഒരു കൂട്ടായ്മ എന്നോണമായി മാറി ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദി എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ വലിയ വിരോധാഭാസങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ മാറി എന്നുള്ള കാര്യം നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള വിഘ്നങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വേദിയിലും സദസ്സിലും ഉണ്ടായി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ പരിപാടി കൈവിട്ടു പോവുകയും വലിയ നാണക്കേടിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളും ഹിന്ദു സംഘടനകളും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ നിന്നും നേരത്തെ മുതൽ തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു. അതിൻ്റെ പ്രതിഫലനം കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചിരുന്ന ആളുകളെ പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവർക്ക് പോലും താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് ദേവസ്വം ബോർഡിന് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും 2 ദിവസങ്ങൾക്കുള്ളിൽ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം പന്തളത്ത് നടക്കുവാനായിട്ട് പോവുകയാണ്. എന്തായാലും നടക്കുന്ന സമ്മേളനം ഒരു കാര്യം കൂടി, അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നന്നായി പണം ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഭക്ഷണശാലയിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണം ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു, പക്ഷെ കഴിക്കാൻ ആളില്ലാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ ഉള്ളവർ എല്ലാവരും, ഈ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാത്ത ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായല്ലോ. എന്തെല്ലാമായിരുന്നു ഇന്നത്തെ ഭക്ഷണ വിഭവങ്ങൾ? പഴയിടം തിരുമേനിയുടെ ഭാഗത്തു നിന്നായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പാചകപ്പുര പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തെയാണ് ഈ സദ്യവട്ടങ്ങളും അതോടൊപ്പം തന്നെ മറ്റു ഭക്ഷണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചിരുന്നത്. എന്തായാലും അദ്ദേഹം കൃത്യമായിട്ട് ഭക്ഷണം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സംഖ്യ അനുസരിച്ച് 3500 പേർക്ക് ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമ്മേളന പ്രതിനിധികളുടെ എണ്ണം വളരെ കുറഞ്ഞാണ് ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങളടക്കം അധികം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇത്തരത്തിൽ
ഇത്തരത്തിൽ ചോറടക്കമുള്ള ചോറ് അതോടൊപ്പം തന്നെ മറ്റു പല വിഭവങ്ങളും ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള തനത് വിഭവങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഭക്ഷണ വിഭവങ്ങളൊക്കെ വേസ്റ്റായി പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ എത്തിയിട്ടുള്ള മറ്റ് തീർത്ഥാടകർക്ക് ഒരു അന്നദാന രൂപേണ ആ ഭക്ഷണം കൊടുത്ത് തീർക്കുകയായിരുന്നു. അത് പാഴാക്കി കളയാതെ ഇത്തരത്തിലുള്ള സ്വാമിമാർക്ക് കൂടി കൊടുത്ത് തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും രാത്രിയും ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അത് രാത്രിയിൽ റൊട്ടി പോലെയുള്ള ചില ഭക്ഷണങ്ങൾ കൂടിയിട്ടുണ്ട്. എന്തായാലും അതും ഇത്തരത്തിൽ പാഴായി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഭക്ഷണം പാഴായി പോവുകയാണെങ്കിൽ എവിടെ കൊണ്ട് കളയും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിന് മുന്നിൽ തലവേദനയായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണശാലയിലും ആളുകളുടെ എണ്ണത്തിൽ ആദ്യഘട്ടത്തിൽ കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ അത് മാനേജ് ചെയ്തുകൊണ്ട് ഭക്ഷണം പാഴാക്കി പോകാതെ രീതിയിൽ ക്രമീകരിച്ചു ഉച്ചയ്ക്ക് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പഴയടത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും രാത്രി ഭക്ഷണവും അതേ സംഖ്യയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. പക്ഷേ രാത്രിയിൽ എന്തായാലും ഇത്ര പോലും ആളുകൾ ചെല്ലില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം പാഴായി പോകുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് ഏറെ കാര്യക്ഷമമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യമെന്നുള്ളത്. എന്തായാലും പാചകപ്പുര ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമം അങ്ങനെ ആഗോള പരാജയ സംഗമമായി മാറി. സംഗമത്തിൽ പങ്കെടുക്കാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. കസേരകളെല്ലാം ഒഴിഞ്ഞു കിടന്നു. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പോലും കൃത്യമായി കസേരകളിൽ ഇരിക്കാൻ ആളുണ്ടായിരുന്നില്ല. ഉച്ചഭക്ഷണത്തിന് തയ്യാറാക്കിയ ഭക്ഷണങ്ങളെല്ലാം അധികം വന്നു. വൈകിട്ടും ആ ഭക്ഷണം കൊടുത്ത് തീർക്കാനുള്ള തത്രപ്പാടിലാണ് ദേവസ്വം ബോർഡ്. എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം നടത്തിയത് എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.